ഹലോ ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്മേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് ഒരു ഡൈനാമിക് VLOOKUP ഫോമുലയെ കുറിച്ചിട്ടാണ്. അതായത് ഒരു നോർമൽ VLOOKUP ഫോമുലയുടെ ചില പോരായ്മകൾ അല്ലെങ്കിൽ ചില ഇന്നെഫിഷ്യൻസികൾ കവറപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു ഡൈനാമിക് VLOOKUP ഫോമുല വർക്ക് ചെയ്യുന്നത്. ഡൈനാമിക് പിവറ്റ് ടേബിളിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഐക്കാർഡിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡൈനാമിക് VLOOKUP ഫോമുല നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള VLOOKUP ഫോമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടൻസ് എന്താണ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഈ ഒരു ടേബിളിൽ നമ്മുടെ VLOOKUP ഫോമുല ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് A1 എന്ന ലുക്കപ്പ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് VLOOKUP ഉപയോഗിച്ച് എടുക്കാം. ഫോമുലയിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമ്മുടെ ID നമ്പർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ ആണ്. ടേബിൾ അറേ നമ്മുടെ ഒരു ഫീൽഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കുക. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പറാണ്. നമുക്കറിയാം എംപ്ലോയി നെയിമിൻ്റെ പൊസിഷൻ രണ്ടാമത്തെ കോളത്തിലാണ്, അതുകൊണ്ട് 2 കൊടുത്ത് കോമ കൊടുക്കാം. എക്സാക്റ്റ് വാല്യൂ അതിന് വേണ്ടി ഞാനൊരു 0 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം സാലറിയുടെ ടേബിളിലും കൂടെ നമുക്ക് ആ ഒരു ഫോമുല പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി Ctrl+R പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇൻഡെക്സ് നമ്പർ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാലറിയുടെ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇതാണ് നോർമലി നമ്മുടെ ട്രഡീഷണലി നമ്മൾ ചെയ്യുന്നൊരു VLOOKUP ഫംഗ്ഷൻ. ഇതിൻ്റെ പോരായ്മകൾ എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ന്യൂ എംപ്ലോയിയെ ആഡ് ചെയ്യുവാണ്. ഈ ഒരു ഫോമുലയിൽ ആ ഒരു റിസൾട്ട് വരുമോ എന്ന് നോക്കാം. നോക്കുക, ഇപ്പോൾ ഇവിടെ ഒരു എറർ സിമ്പലാണ് വന്നത്. കാരണം ഈ ഒരു ഫോമുലയിൽ ടേബിൾ അറേ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഔട്ട് ഓഫ് റേഞ്ചിലാണ് നമ്മുടെ ന്യൂ ഡേറ്റ കിടക്കുന്നത്. ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ അറേയിൽ ഒരു കോളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കുക, ഇപ്പോഴും നമ്മുടെ ടേബിൾ അറേയുടെ ഔട്ട് ഓഫ് ഫീൽഡിലാണ് നമ്മുടെ ഡേറ്റ കിടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പുതിയ ഡേറ്റ നമ്മുടെ ഫോമുലയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു പ്രോബ്ലം കവറപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബെറ്റർ ഫോമുലയാണ് ഡൈനാമിക് VLOOKUP ഫോമുല. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഡൈനാമിക് VLOOKUP ഫോമുല ഉപയോഗിച്ച് നമുക്ക് വാല്യൂ കണ്ടെത്താം. അതിനായിട്ട് ഞാനിവിടെ ഒരു ID കൊടുക്കുവാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫോമുല സ്റ്റാർട്ട് ചെയ്യാം. ഫോമുലയിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. അത് നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്തെടുത്ത എംപ്ലോയി ID ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു എംപ്ലോയി ID സെലക്ട് ചെയ്ത് ആ ഒരു ഫീൽഡ് കോൺസ്റ്റൻ്റ് ആക്കി കോമ കൊടുക്കാം. VLOOKUP ഫോമുലയിലെ നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ ആണ്. ടേബിൾ അറേ ഫീൽഡാണ് നമ്മൾ ഡൈനാമിക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോമുല ഓഫ്സെറ്റ് ഫോമുലയാണ്. ഓഫ്സെറ്റ് ഫോമുലയിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റെഫറൻസ് നമ്പറാണ്. റെഫറൻസ് നമ്പർ നമ്മുടെ ടേബിൾ അറേയിലെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് സെല്ലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് കോൺസ്റ്റൻ്റ് ആക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് റോയാണ്. അത് നമുക്കറിയാം, നമ്മുടെ ഷീറ്റിലെ ഫസ്റ്റ് റോയിലാണ് നമ്മുടെ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ 1 കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് കോളമാണ്. അതായത് നമ്മുടെ ടേബിൾ അറേയിലെ ഫസ്റ്റ് കോളമാണ് നമ്മുടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കോളം നമുക്ക് 0 കൊടുക്കാം. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ഹൈറ്റ് ആണ്. ആക്ച്വലി നമുക്കറിയില്ല എത്ര ഡേറ്റയാണ് നമ്മൾ ഇനി താഴേക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് മറ്റൊരു ഫോമുല ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ട് A ആണ്. നമ്മൾ ഈ ഒരു ഫോമുലയിൽ ഉപയോഗിക്കുന്നത് കൗണ്ട് A ഫോമുല നമുക്ക് റിസൾട്ടായിട്ട് തരുന്നത് നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിൽ എത്ര സെല്ലുകളിൽ വാല്യൂ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കൗണ്ട് A ഫോമുല നമുക്ക് റിസൾട്ടായിട്ട് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോളം ഫുള്ള് നമുക്ക് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് കൊടുക്കാം.
കൗണ്ട് എ ഫോമുലയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഫീൽഡ് നമുക്ക് നോക്കിയാൽ അറിയാം, അതിൽ 2-3 സെല്ല് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എംപ്ലോയി ഐ ഡി, ആ ഒരു A7, രണ്ടാമത്തെ എംപ്ലോയി ഐ ഡി. അതുകൊണ്ട് ഈ ഒരു 3 ഫീൽഡ് നമ്മളെ കൗണ്ട് എ ഫോമുലയിൽ നിന്ന് കുറച്ചിട്ട് വേണം നമ്മുടെ ആ വാല്യൂവിൽ നമുക്ക് കിട്ടേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ കൗണ്ട് എ ഫോമുലയുടെ കൂടെ തന്നെ ഒരു -3 കൊടുക്കുക. അതായത് -3 കൊടുത്തതിന് ശേഷം ഒരു കോമ കൊടുക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് വിഡ്ത്ത് ആണ്. അതായത് നമ്മുടെ ടേബിൾ അറേയിൽ ഇനി എത്ര ഡേറ്റ, അതായത് എത്ര ഹെഡിങ്സ് ഇനി വരും എന്നാണ്. അതും നമുക്കറിയില്ല, ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് സെയിം കൗണ്ട് എ ഫോമുല തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് കൗണ്ട് എ ഫോമുലയിൽ വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടേബിൾ അറേയിലെ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് റോ ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു VLOOKUP ഫോമുലയിൽ ടേബിൾ അറേ ആർഗ്യുമെൻറ്റ് ഡൈനാമിക് ആക്കുന്നതിനായിട്ട് ഒരു ഓഫ്സെറ്റ് ഫോമുലയും അതിനുള്ളിൽ 2 കൗണ്ട് എ ഫോമുലയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓഫ്സെറ്റ് ഫോമുലയിലെ എല്ലാ ആർഗ്യുമെൻറ്റ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഓഫ്സെറ്റ് ഫോമുല ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും കൂടെ കൊടുത്ത് നമ്മുടെ ടേബിൾ അറേ ഫീൽഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ VLOOKUP ഫോമുലയിലെ ടേബിൾ അറേ ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു കോമ കൊടുത്ത് നെക്സ്റ്റ് ആർഗ്യുമെൻറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ് നമ്പറാണ്. ഇൻഡെക്സ് നമ്പർ ഫോമുലയിൽ ആഡ് ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോളംസ് എന്ന് പറയുന്ന ഒരു ഫോമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയില്ല നമ്മുടെ ഡേറ്റ ഫീൽഡിൽ ഇനി എത്ര കോളം ഇൻസേർട്ട് ആകുമെന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കോളംസിൻ്റെ ഫോമുല യൂസ് ചെയ്യുന്നത്. കോളംസ് ഫോമുലയിൽ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ടേബിൾ അറേയിലെ ഹെഡിങ്സിലെ ഫസ്റ്റ് 2 ഹെഡിങ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൽ അഡ്രസ്സിലെ ഫസ്റ്റ് സെല്ല് നമുക്കൊന്ന് കോൺസ്റ്റൻ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് കൊടുത്ത് ഈ ഒരു ഫോമുല ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു കോമ കൊടുത്ത് നെക്സ്റ്റ് ആർഗ്യുമെൻറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് റേഞ്ച് ലുക്കപ്പാണ്. അത് നമുക്ക് എപ്പോഴും 0 കൊടുക്കുക എക്സാക്റ്റ് വാല്യൂവിന് വേണ്ടി. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്കിപ്പോൾ വാല്യൂ ഇവിടെ ജനറേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് വാല്യൂ ഫീൽഡിലേക്ക് ഈ ഒരു ഫോമുല പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുക, ഇൻഡെക്സ് നമ്പർ മാറ്റി കൊടുക്കാതെ തന്നെ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ന്യൂ എംപ്ലോയിയെ ആഡ് ചെയ്യുവാണ്. നമുക്ക് ഈ ഒരു ഫോമുല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുക, ഫോമുലയിൽ ഒരു ചേഞ്ചും വരുത്താതെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ ആ ഒരു ന്യൂ എംപ്ലോയി ഐ ഡി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. എഗെയിൻ അവിടെ ഒരു വാല്യൂ എറർ സിമ്പലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ന്യൂ കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോമുലയിൽ, നമ്മുടെ ട്രഡീഷണൽ ഫോമുലയിൽ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത ഫോമുലയിൽ ഔട്ട് ഓഫ് റേഞ്ചിലാണ് നമ്മുടെ ആ ഒരു ഫീൽഡ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഫോമുല കിട്ടത്തില്ല. നമുക്ക് ഈ ഒരു ഫീൽഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ഫീൽഡ് നമ്മുടെ ആ ഒരു ഫോമുലയിൽ ഇൻക്ലൂഡ് ആവത്തുള്ളൂ. സെയിം ടൈം നമ്മുടെ ഡൈനാമിക് ഫോമുലയിൽ ഈ ഒരു ഫീൽഡ് നമുക്ക് കിട്ടുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ഫോമുലയിൽ ഒരു ചേഞ്ചും വരുത്താതെ തന്നെ ഫോമുല കോപ്പി ചെയ്യുന്നതിലൂടെ ആ ഒരു കറക്റ്റ് ഫീൽഡിലെ ആ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഡൈനാമിക് ഫോമുല യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡേറ്റ ടേബിളിൽ എത്ര റോ ഇൻസേർട്ട് ചെയ്തിരുന്നാലും എത്ര കോളം ഇൻസേർട്ട് ചെയ്തിരുന്നാലും നമ്മുടെ ഫോമുലയിൽ കറക്റ്റായിട്ട് ആ ഒരു വാല്യൂ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ഡൈനാമിക് VLOOKUP ഫോമുല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ എക്സൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ.